സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കും ഞങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ്. എന്തൊക്കെയാണെന്ന് ഷിജി പറയട്ടെ. നമ്മളിപ്പോൾ ചായയും കാപ്പിയും കുടിക്കണില്ല, പിന്നെ പഞ്ചസാര കഴിക്കണില്ല, പിന്നെ അതിന് പഞ്ചാബി മുളകില്ലാത്ത സാമ്പാർ, കായൊന്നും ഇല്ലാണ്ട് സാമ്പാർ, മോരില്ലാത്ത മോര് കറി, അതൊക്കെ എന്താ വെക്കണെന്നൊക്കെ. അതൊക്കെ എന്തുകൊണ്ടാണ് വെക്കുന്നത് നിങ്ങൾക്ക് പലർക്കും. പിന്നെ നമ്മൾ പൽപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്, പല്ല് പേസ്റ്റ് ഒന്നും ഉപയോഗിക്കാറുണ്ട്, അതൊക്കെ ഒന്ന് പറയാനായിട്ട്. അത് ഞങ്ങൾ സ്ഥിരമായിട്ട് കാലത്തെ നേരങ്ങളിൽ ജേക്കബ് വർദ്ധൻ ചെയ്ത് മറ്റൊരു പ്രഗതി ചികിത്സകന്റെ പ്രഭാഷണം സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്നു. അത് 2005 കാലഘട്ടത്തിലാണ്. അതിലൂടെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചികിത്സാ രീതി ഉണ്ടെന്ന് മനസ്സിലായത്. അതിനായിട്ട് മുന്നേ സ്ഥിരമായിട്ട് മക്കൾക്ക് എന്നും പനിയാണ്. ന്യൂമോണിയയുടെ സ്റ്റാർട്ടിങ് ആവും. ശ്വാസം മുട്ടലാണ്. രാത്രിയൊക്കെ അങ്ങനെ ചുമച്ച് അങ്ങോട്ട് വളഞ്ഞതാവും. കേശാലത്തിൽ കൊണ്ടുപോയിട്ട് വെളുപ്പിക്കില്ല. പിന്നെ മാസത്തിലെന്ന് പറഞ്ഞ പോലെ പനി ഒരാഴ്ച 2 ആഴ്ച ദയയിലുണ്ടാവും. രണ്ടാൾക്കും മാറി മാറി വരും. പിന്നെ നമുക്ക് 2 മക്കളാണ്. മൂത്തത് ആൺകുട്ടി വിഷ്ണു എന്ന് പേര്, രണ്ടാമത്തെ രശ്മി പെൺകുട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് അത് ഓർമ്മയിൽ വരുന്നത്. ഈ പ്രഭാഷണം ഒരു 5 മിനിറ്റ് ഉണ്ടാവാറുള്ളൂ, പക്ഷേ അതൊരു മണിക്കൂറിൻ്റെ അത്രയും അതിനൊരു ആകർഷിക്കുന്ന രീതിയിലൊരു പ്രഭാഷണമാണ്. അപ്പം ഞങ്ങൾ ഒരു ദിവസം എന്തായാലും വേണ്ടില്ല അദ്ദേഹം പറഞ്ഞ രീതിയിൽ കുട്ടികളെ പരമാവധി പച്ചവെള്ളത്തിൽ കുളിപ്പിക്കാൻ പറഞ്ഞു. ആ പ്രഭാഷണം കേട്ടിട്ടാണ്. അതുപോലെ കുട്ടികൾക്ക് ആറിയ വെള്ളം കൊടുക്കാതെ പച്ചവെള്ളം കൊടുക്കുക, ഇതൊക്കെ എന്നും പറയുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം കുട്ടികളെ പച്ചവെള്ളത്തിലും കുളിപ്പിക്കുക. എന്നും ഡോക്ടർ പറഞ്ഞു ചൂടുവെള്ളം അങ്ങനെ നടന്നു. അപ്പോൾ നമ്മൾ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ദിവസം പച്ചവെള്ളത്തിൽ കുളിപ്പിച്ച് കുറച്ചൊരാഴ്ച നോക്കി. അപ്പോൾ പനിക്കൊരു സമാധാനം കണ്ടു. അപ്പം ഞങ്ങൾ നല്ലൊരു ചികിത്സാ രീതിയാണല്ലോ. പിന്നെ പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുക, അതുപോലെ ഭക്ഷണ രീതിയിൽ മാറ്റം വരിക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളത് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇതിങ്ങനെ പല ചികിത്സകളും കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷെ ഇത് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോന് എന്നും ഉറങ്ങുമ്പോൾ ഭയങ്കര കൂക്കം വലിയ പോലെ വായ തുറന്നു, വായിക്കൂടി ശ്വാസം. അങ്ങനെ ഞങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ പോയി. അദ്ദേഹം പറഞ്ഞു കുട്ടിക്ക് അഡിനോയിഡിൻ്റെ പ്രോബ്ലമാണ്, ഈ ചങ്കിലെ എന്തോ ഒരു മുട പോലെ വരും, അത് എടുത്ത് കളഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി, അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തു. പക്ഷേ അത് കുറച്ച് നാളൊക്കെ അതിൻ്റെ ഗുണം കണ്ടു. പിന്നെ വീണ്ടും പഴയ പോലെ അതേപോലെ അപ്പം വീണ്ടും ഞങ്ങൾ ആ ഡോക്ടറെ പോയി. അപ്പം ഡോക്ടറോട് ചോദിച്ചു വീണ്ടും ഓപ്പറേഷൻ തന്നെയാണ്. അപ്പം ഡോക്ടറോട് വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് വീണ്ടും വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. അത് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പം പിന്നെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം ചെയ്തു, എന്തായാലും വേണ്ടിയില്ല, ജേക്കബ് സാറിൻ്റെ ഹോസ്പിറ്റലുണ്ട് കുന്തിപ്പുഴയിൽ, പാലക്കാട്. അതിൻ്റെ മുന്നേ നമ്മളെ അടുത്ത് വിളിച്ചൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ ഒരു ബന്ധുവിനെ അറിയാം കാര്യങ്ങൾ. അപ്പൊ അവര് മുഖാന്തരം നമ്മള് തൃശ്ശൂര് സാഹിത്യ അക്കാദമി ഹാളില് എല്ലാ മാസം 7-ാം തീയതി സാറിന്റെ പ്രഭാഷണം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് സാറിനെ കാണാൻ പോയി നമ്മൾ സാഹിത്യ അക്കാദമി ഹാളിൽ. എന്നിട്ട് നമ്മൾ ജേക്കബ് സാറിനെ കാണാൻ പോയി. അപ്പൊ സാറ് പറഞ്ഞു, അപ്പൊ അന്ന് സാറിന് കുന്തിപ്പുഴയിലാണ്, മണ്ണാർക്കാട് കുന്തിപ്പുഴയുടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെയാണ് ട്രീറ്റ്മെന്റ് ഉള്ളത്. അപ്പൊ സാറ് അവിടെ ചെന്നിട്ട് 2-3 ആഴ്ച കിടക്കാൻ പറഞ്ഞു. നമ്മൾ 2 ആഴ്ച അവിടെ കിടന്നു. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ചെന്നന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു. എന്തുകൊണ്ട് അന്ന് ബിരിയാണിയാണല്ലോ, അന്ന് ചെന്നെന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ആദ്യത്തെ ദിവസം രാവിലെ കൊടുത്തു, പിന്നെ ഉച്ചയാകുമ്പോൾ ജ്യൂസായി, പിന്നെ വെള്ളമായി, കരിക്കും വെള്ളം മാത്രമേ കൊടുത്തോളൂ. എന്നാലും 4-5 ദിവസം അല്ല, അങ്ങനെ ഒരാഴ്ച കരിക്കും വെള്ളം കൊടുത്തു. പിന്നെ ജ്യൂസ്, പിന്നെ പഴങ്ങള്, അങ്ങനെ. അവന് അന്ന് 6 വയസ്സ് 7 വയസ്സുള്ളൂ. പിന്നെ അവിടെ വെള്ളത്തിലിരിക്കല്, ഹിപ്പ് ബാത്ത്, സ്പൈനൽ ബാത്ത്, പിന്നെ വെയിൽ കൊള്ളല്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ആരൊക്കെ വെള്ളത്തിലിരിക്കാൻ പറയുമ്പോൾ എനിക്കില്ല, ഇനി ഡ്രസ്സിൽ എനിക്കെന്നൊക്കെ പറഞ്ഞവൻ മടി പിടിക്കാറുണ്ട്. പിന്നെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. ഇങ്ങനെ അല്ല, അവര് പിന്നെ കുട്ടികളെ എന്നുള്ളതിൽ നല്ലതിൽ തമാശ പറയും. എന്നാലും
നമ്മളൊരു 2 ആഴ്ച എന്തായാലും അവിടെ. അപ്പൊ വിശക്കണമെന്ന് പറയുമ്പോ കരിക്കുമ്പോ കൊടുക്കുമ്പോ ഇടയ്ക്ക് ഒരു പഴം കൊടുക്കും. ചോറ് വേറെ ഒന്നുമില്ല, ഈ ഫ്രൂട്ട്സും ജ്യൂസും കരിക്കൊക്കെയാണ് ഉള്ളത് കൊടുക്കുന്നത്. അങ്ങനെ 2 ആഴ്ച നിന്നു, നല്ല വ്യത്യാസം വന്നു. പിന്നെ ഫുള്ള് ഫോളോ ചെയ്തിട്ടില്ല, അത് പറയാം. നമുക്ക് ഒരു 50% ഫോളോ ചെയ്തിട്ടുണ്ട് അവിടെ വീട്ടിൽ വന്നിട്ട്. പിന്നെ അവന് ചെവിക്ക് കേൾവി കുറവുണ്ടായിരുന്നു, ഈ ജലദോഷം വന്ന്. പിന്നെ ഈ ഉറങ്ങുമ്പോഴേ മൂക്ക് ഇങ്ങനെ ഭയങ്കര വലിയ വായ തുറന്ന് ഇപ്പൊ ശ്വാസം നിൽക്കുന്നു, അതേപോലത്തെ ഒരു സംഭവമായിരുന്നു. അതൊക്കെ മാറി. ചെവിട് കേൾക്കണായിരുന്നില്ല ഒരു അവസരത്തിൽ തീരെ, ഇപ്പൊ എല്ലാതും മാറി. പിന്നെ ഒരു കാര്യം, അവനോണൊക്കെ കഴിക്കുക ചെയ്തിട്ടാവും. അല്ലാണ്ട് ഇപ്പൊ പനി വന്ന് ചോദിക്കാൻ, നിങ്ങൾ ഇത്രയും പ്രായത്തിന് ശേഷം ഈ പ്രകൃതിയിലേക്ക് വന്നത്, ആ പ്രായമാവട്ടെ. അല്ല, പനി വന്നാലും പിന്നെ എന്താ അസുഖം വന്നാലും അവൻ ഫാസ്റ്റിംഗ് എടുത്ത് നമ്മൾ പറയണ അതേപോലെ ചെയ്യും. പിന്നെ ആ പിള്ളേരല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അവന് 23 വയസ്സായി, എന്നാൽ അവൻ ഇതിനോട് യോജിപ്പ് തന്നെയാണ് അവന്. എന്നാലും ഇടയ്ക്കൊക്കെ കുട്ടികളല്ലേ മറ്റേ ഭക്ഷണം കഴിക്കും. പിന്നെ പുറത്ത് പോയിട്ട് അവൻ തന്നെ കഴിക്കുക, അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഒരുമിച്ച് അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. പിന്നെ ഞങ്ങള് സ്ഥിരമായിട്ട് സാറിന്റെ ക്ലാസ് ഉണ്ട് എവിടെ, സാഹിത്യ അക്കാദമി ഹാൾ. ചിലപ്പോ മുണ്ടശ്ശേരി ഹാളിലാവും, അല്ലെങ്കിൽ മാറി മാറി വരും. സ്ഥിരമായിട്ട് ക്ലാസ് കേട്ടാൻ പോകും. അവിടുന്ന് ഈ പ്രകൃതി ഉൽപ്പന്നങ്ങൾ, ഇന്ദുപ്പ്, അങ്ങനെ ആദ്യമായിട്ട് ഇന്ദുപ്പ് സാറിന്റെ ക്ലാസ് കേട്ട് അവിടെ തന്നെ സൈഡിൽ ഇതെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിത രീതി മാറ്റം വരാൻ തുടങ്ങി. കുറേ ഞങ്ങൾ സ്വയം മാറ്റാൻ തുടങ്ങി. അത് കുറെ ഒരു പരിധിവരെ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് കുന്തിപ്പുഴയുടെ അവിടേക്ക് മോനൊക്കെ കൊണ്ട് പോണ അന്ന് രാവിലെ ചായ കുടിച്ചതാണ്. പക്ഷെ ഇയാൾക്ക് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടും ചൂടുന്ന് തന്നെ ആവി പറക്കണ ചായ വേണം, എന്നാലും കുടിക്കുള്ളൂ. അല്ലെങ്കിൽ തലവേദന വന്നിരുന്ന മുതലാ. ഇത് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ തലവേദനയില്ല, പനിയില്ല, ഒന്നുമില്ല. അത്രയും മാറ്റങ്ങൾ നമ്മുടെ ഈ ജീവിതശൈലിയുണ്ട്. തിളപ്പിച്ച വെള്ളം കുടിക്കാറില്ല, അത് പച്ചവെള്ളം. നമ്മുടെ വീട്ടില് വേനൽക്കാലാകുമ്പോ അടിവെള്ളമാവും, എന്നാലും നമ്മള് പച്ചവെള്ളം കുടിക്കാം. പക്ഷെ ഒരു ലൂസ് മോഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേനൽക്കാലത്തെ അസുഖങ്ങളോ അങ്ങനത്തെ ഒന്നും നമുക്ക് ഇതായിരിക്കും ബാധിച്ചിട്ടില്ല. പിന്നെ തിളപ്പിച്ച വെള്ളം കുടിക്കാറേ ഇല്ല. പിന്നെ ചായ, കാപ്പി, പഞ്ചസാര, മൈദ, ഡാൽഡ, വനസ്പതി അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ചീഞ്ചട്ടികളൊക്കെ, ഇരുമ്പിന്റെ ചീഞ്ചട്ടികള്, പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. പിന്നെ കുപ്പികള്, അങ്ങനത്തെ സ്റ്റീൽ പാത്രം, മൺപാത്രം, അങ്ങനെയാണ് നമ്മൾ. പിന്നെ ചിരട്ടക്കൈലുകള്, അങ്ങനെയാണ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ. കല്ലുപ്പ്, പിന്നെ ഇന്ദുപ്പാണ് മെയിൻ. പൊടിപ്പ് ഒരു കാരണവശാലും ഒരാളും മേടിക്കരുത്. പൊടിപ്പിലാണ് ഏറ്റവും കൂടുതൽ മായം ചേർക്കുന്നത്. കല്ലുപ്പാറ്റി നമുക്കത് വീട്ടിൽ കൊടുത്തിട്ട് പൊടിപ്പിച്ചിട്ട് പൊടിപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ അതിന് ശേഷം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു തലചിറ്റിലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജേക്കബ് സാറിൻ്റെ ആയിട്ട് കൂടുതൽ ബന്ധം തുടങ്ങിയിട്ടില്ല. എന്നാലും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അമലേരയുടെ ഒരു ചിത്രഞ്ജൻ മറ്റൊരു സാറുണ്ട്, ആളെ പോയി കണ്ടു. ആളെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ഈ തലചിറ്റെന്ന് പറഞ്ഞാൽ അതിനായിട്ട് പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി. അദ്ദേഹം പറഞ്ഞിട്ട് പിന്നെ മരുന്ന് കഴിച്ചപ്പോൾ കൂടെ അപ്പം മോളോട്ട് തരും, താഴോട്ടേക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അദ്ദേഹം പറഞ്ഞു ഒരാഴ്ച നിങ്ങൾ മണ്ണ് കിട്ടും, ഒരു 6 അടി താഴ്ചയിൽ നിന്ന് മണ്ണ് എടുത്ത് ഫിൽട്ടർ ചെയ്യാൻ മണ്ണ്. അന്ന് എത്ര വർഷം അതിൻ്റെ കൂടെ അത് 10-14 വർഷം വന്നതിന് ശേഷമാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ മണ്ണ് മേടിച്ചിട്ട് തലയിൽ പറ്റും. എന്നിട്ട് കാലത്ത് ചെയ്തിട്ട് 10 മണി വരെ വെളുത്തിരിക്കും. അത് കഴിഞ്ഞാൽ ഒരാഴ്ച അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് റോ ഫുഡാണ്, പഴങ്ങൾ മാത്രം കഴിക്കുക, ജ്യൂസ്, അല്ലാണ്ട് വേവിച്ചതൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഒരാഴ്ച വേവിച്ച ഭക്ഷണം തന്നെ ആവിയിൽ വേവിച്ചത്. അങ്ങനെ പിന്നെ അത് 1 മാസം കൊണ്ട് അത് മാറിയിട്ട് ഇതുവരെ എനിക്ക് ആ തലകറക്കണ്ട. അത് ഇവര് പറഞ്ഞത് ഇയർ ബാലൻസ് പോയതാന്ന് പറഞ്ഞു. ഇതുവരെ ഉണ്ടല്ലോ. അത് ജീവിതശൈലിയെ മാറ്റം വരുത്തുന്നുള്ള ഒരു ഗുണമാണ്. അത്രയും നമ്മൾ അതിൽ വിശ്വസിച്ച് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് പൂർണ്ണമായിട്ടൊന്നും ഞങ്ങൾക്ക് പ്രകൃതി 50% കൊണ്ടുനടക്കാൻ പറ്റും. പൂർണ്ണമായിട്ട് കാരണം നമ്മൾ തലേദിവസത്തെ ഭക്ഷണം നമ്മൾ ഒരിക്കലും കഴിക്കാറില്ല. നമ്മൾ അന്ന് വെച്ച ഭക്ഷണം അന്ന്, അല്ലാണ്ട് ബാക്കി വരുന്നത് ഉച്ചയ്ക്ക് കഴിക്കുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പിന്നെ അച്ചാറുകൾ അതൊന്നും
ഉപയോഗിക്കാറ്. അങ്ങനെ ഉണ്ടാക്കുക വെച്ചെങ്കിൽ അന്ന് ഉണ്ടാക്കിയിട്ട് അന്നല്ലാണ്ട് കായം കുറേ ഇട്ട് അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. പിന്നെ നമ്മള് പരമാവധി ഹെൽത്തിന് വേണ്ട കാര്യങ്ങളും ചെയ്യാം. എന്നാലും സമൂഹ ജീവിയാണല്ലോ നമ്മൾ. നമ്മുടെ ചുറ്റുവട്ടത്തെ ആൾക്കാരെ വെറുപ്പിക്കാത്ത രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഇറച്ചി മീനൊക്കെ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. കാരണം സാറ് പറയും നമ്മളോട്, നമ്മൾ സമൂഹത്തിൽ പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കാൻ പാടില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ആ വീട്ടുകാർ തൃപ്തിപ്പെട്ട ഏതൊരു ഫംഗ്ഷൻ പറഞ്ഞു പോയി. അപ്പോൾ വീട്ടുകാർ തൃപ്തിപ്പെട്ട അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് പിന്നീട് നമ്മളോട് ഒരു കാണുമ്പോൾ ഒരു മാനസികമായിട്ടൊരു അകൽച്ച വരും. അതില്ലാതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പ്രകൃതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തലയ്ക്കടിയേറ്റപ്പെട്ടൊരു സംഭവം ഉണ്ടായി. 2014 ആഗസ്റ്റ് 10 ഒരു ഉച്ച സമയത്ത് നമുക്ക് ജീവിതത്തിൽ മറക്കാനാത്ത സംഭവം ഉണ്ടായി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞായറാഴ്ച ആയിരുന്നു. വിഷ്ണു ലക്ഷ്മി കൂടി സൈക്കിളിടുന്ന പരിപാടി ഉണ്ട്. അങ്ങനെ സൈക്കിളിലൂടെ പെട്ടെന്ന് ലക്ഷ്മി വീണു. അവന്റെ ബാക്കിലാണ് അവള് ഇരിക്കുന്നുണ്ടായിരുന്നത്, 2 കാലം അപ്പുറത്ത് ഇട്ടിട്ട്. പെട്ടെന്ന് സൈക്കിളിൽ നിന്ന് മലർന്നടിച്ച് വീണ വശം അവള് കരഞ്ഞു വന്നിട്ട് ചേട്ടൻ തട്ടിയിട്ടു എന്ന് പറഞ്ഞു. അല്ല, ചേട്ടൻ സൈക്കിളിൽ നിന്ന് വീണു എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അന്നെൻ്റെ അച്ഛനമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പില്ല. അതിൻ്റെ ഒരു വിഷമമാണ് ആൾക്ക്. അപ്പോൾ അന്ന് കുട്ടീനെ എന്നിട്ട് അപ്പോൾ കുഴപ്പമില്ല മോളെ അകത്ത് കൊണ്ട് കിട്ടി. ഇവർ രണ്ടാളും എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. കോട്ടൂരാണ് സ്ഥലം. അപ്പോൾ അവിടെ നിന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളുണ്ടായിരുന്നില്ല അവിടെ. ഞങ്ങൾ അന്ന് വരുന്നുണ്ടായിരുന്നു, വൈകിട്ട് വരാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് സംഭവം ഉണ്ടായത്. എന്നിട്ട് ചേട്ടൻ തട്ടിയിട്ടു എന്ന് പറഞ്ഞിട്ട് അച്ചാച്ചനോട് അമ്മാമ്മോട് വന്ന് പറഞ്ഞു. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് അപ്പോൾ അമ്മയുടെ കാലും എന്തോ ഫ്രാക്ചറായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു മുകളിലും ഡ്രസ്സോള് ആ ഡ്രസ്സൊന്ന് മാറിയിട്ട് വീഴുമ്പോൾ ചളി ഉണ്ടായിരുന്നു. ആ ഡ്രസ്സ് മാറിയിട്ട് അമ്മക്ക് മുകളിലേക്ക് പറഞ്ഞു. അമ്മയ്ക്ക് കയറാൻ പറ്റില്ലാത്ത കാരണം അവൾ തന്നെ പോയി കയറി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനൊക്കെ നോക്കുമ്പോൾ കട്ടിലുമ്മ കിടക്കണ്ടായിരുന്ന. അപ്പോൾ അച്ചാച്ചനും കൂടെ പോയിട്ടുണ്ടായിരുന്നു മുകളിലേക്ക്. നോക്കുമ്പോൾ കട്ടിലുമ്മന്ന ആള് താഴത്ത് കിടന്ന് ഫിക്സ് പോലെ കിടന്നിട്ട് ഇങ്ങനെ പെടയെ കിടന്നിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ അച്ഛനമ്മ ജീവിച്ചിരിപ്പില്ല. അവരായിരുന്നു ഫുൾ സപ്പോർട്ട് നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ എങ്ങനെയൊക്കെയോ അവളെന്നെ താഴത്തേക്ക് കൊടുന്നു. എന്നിട്ട് അപ്പോൾ തന്നെ അവര് കാറ് വിളിച്ചിട്ട് ദയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ചീറിപ്പാഞ്ഞിട്ട് വന്നു. അതൊരു വരവ് തന്നെയായിരുന്നു. കാരണം പക്ഷെ നമ്മള് സൈക്കിളിൽ നിന്ന് വീണു എന്ന് പറഞ്ഞത് നമ്മളോട്. പക്ഷെ ഇത്രക്ക് അല്ല, ആശുപത്രിയിലേക്ക് ആയി എന്ന് പറഞ്ഞു. പക്ഷെ ഇത്രക്ക് ഫിക്സ് പോലെ വന്നു നമുക്കല്ല. എന്ന് വെച്ചാൽ വലിയ ചെറുപ്പത്തിൽ കട്ടുമെന്ന് വീണുണ്ട്. ഒരു ദിവസം കോമ സ്റ്റേജ് കിടക്കും, പിറ്റത്തെ ദിവസം കണ്ണ് തുറന്ന് ഛർദിക്കുണ്ടാവും. അങ്ങനെ കുഴപ്പമുണ്ടാവാറില്ല. അങ്ങനെ 2 പേർക്ക് 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടായില്ല. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു ഇതാന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് കൈ വിട്ടുപോയ കളിയാടുന്നു. കുട്ടി കയ്യിൽ നിന്ന് വിട്ടുപോയ പോലെയായി. അത് ഞങ്ങൾക്ക് ഇപ്പം അത് ആലോചിക്കുമ്പോഴല്ല ഒരു നീറ്റലാണ്. അത്രയും വിഷമിച്ചൊരു കാലഘട്ടമാണ് ലക്ഷ്മി. എന്നിട്ട് നമ്മൾ അവര് ചെന്ന വശം ഐസൂല് കയറ്റി ഈ സഡേഷൻ കൊടുത്ത് കെടുത്തി. എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ അവരെന്തൊക്കെയോ എക്സ്റേ സ്കാൻ ചെയ്യാൻ ചെയ്ത അന്ന് അവിടെ ആ ഹോസ്പിറ്റലിൽ MRI സ്കാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പുറത്തൊരു സ്ഥാപനത്തിലാണ് ഞങ്ങൾക്ക് വടക്കേ സ്റ്റാൻഡ് ഭീമ ജ്വല്ലറിയിൽ എവിടെയാണ് അവിടെ ഒരു ഇതിലാണ് നമ്മൾ ആംബുലൻസിൽ നമ്മൾ കൊണ്ടുവന്നു. പക്ഷെ അപ്പോഴും അന്ന് വീണു കഴിഞ്ഞിട്ട് പിന്നെ ഐസൂല് കയറ്റി. പിന്നെ നമുക്കിതൊന്നും അറിയില്ല. അപ്പം നമ്മൾ ഈ പേരാമണത്തിൽ ചിത്രൻ സാറിനെ വിളിക്കും. സാറേ ഇങ്ങനെ സംഭവം ഉണ്ടായി, എന്ത് ചെയ്യാം? അപ്പോൾ സാറ് പറയും ഓപ്പറേഷൻ എങ്കിലും യാതൊരു കാരണവശാലും കുട്ടീനെ ചെയ്യിക്കാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് കൊടുന്നു. അതല്ലാണ്ട് അവർക്ക് ഓപ്പറേഷത്തിന് വിട്ടു കൊടുക്കാൻ പാടില്ല. ഞങ്ങളും കുട്ടീനെ കാണുന്നില്ല, സാറും കാണുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് പറയണ അറിവോ മൂലം നമ്മൾ സാറിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്ക് അങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ കുട്ടീനെ കണ്ടത് ഈ MRI സ്കാൻ ചെയ്യാൻ ആ കണ്ട കാഴ്ച ഇപ്പം മനസ്സിൽ നിന്ന് പോവില്ല. കുട്ടിയെ എങ്ങനെയൊക്കെ കണ്ണൊക്കെ ഒരു ഭാഗം പരാലിസിസായി, സംസാരിക്കാൻ പറ്റില്ല. എന്താണ് ഞങ്ങൾ ആ നേരത്തെ ഞങ്ങൾ എന്താ ചെയ്യാന്നുള്ളത് അറിയില്ല. അത്രയും വിഷമിച്ച് പോയൊരു സമയമായി. എന്നിട്ട് ആ കുട്ടീനെ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള കുട്ടീനെ നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി. സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നുണ്ട് അവർ ഡിസ്ചാർജ്. നമ്മൾ ജേക്കബ് സാറിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ്.
അന്ന് സാറായിട്ട് ഇത്ര ഡീപ്പായിട്ട് കണക്ഷനൊന്നും നമുക്കില്ല. നമ്മൾ പോവും വരും ക്ലാസ് കേൾക്കും അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത്രയും നല്ലൊരു ബന്ധമായിട്ട് സാറായിട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കറിയില്ല അത് എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മൾ ചിത്രരഞ്ജൻ സാറ് പറഞ്ഞു നമ്മളോട് യാതൊരു കാരണവശാലും ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല. ഓപ്പറേഷൻ ഞാൻ കൊടുക്കരുത്, കാരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ ലക്ഷ്മിനെ നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. എന്നിട്ട് നമ്മള് ആഗസ്റ്റ് 10-ാം തീയതി ഉച്ചയാകുമ്പോൾ സംഭവം ഉണ്ടായിട്ട് 11-ാം തീയതി ഒരു ഉച്ചയാകുമ്പോൾ നമ്മള് ഡിസ്ചാർജ് വാങ്ങി. അപ്പൊ അവർക്ക് തീരെ ഇഷ്ടമില്ല ഡിസ്ചാർജ് വാങ്ങിയിട്ട്. അവരെ പറഞ്ഞിട്ടില്ല, അവര് ചികിത്സാ രീതി അതാണല്ലോ. നമ്മള് വീട്ടിൽ കൊണ്ടുപോയി കരുത്തി 11-ാം തീയതി. 12-ാം തീയതിയാണ് നമ്മൾ ജേക്കബ് സാറിന്റെ അവിടേക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ട് 2 മണി 3 മണി നേരത്താണ് 12-ാം തീയതി കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ 10-ാം തീയതി കഴിഞ്ഞ് 11-ാം തീയതി നമ്മുടെ വീട്ടിലേക്ക് പറ്റി കുട്ടീൻ്റെ ഡിസ്ചാർജ് ആയപ്പോൾ ആൾക്കാർ കാണാൻ വരില്ലേ. അപ്പോൾ ഇവിടെനെ കട്ടിലുമ്പോൾ താഴത്തെ കിടത്തിണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇവൾക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ പൊതിക്കും കാണാണ്ടിരിക്കാം. അവൾക്ക് ഓർമ്മയില്ല. അതുപോലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവര് വെള്ളം വേണമെന്ന് പറയുമ്പോൾ അവള് ഒരു ഭാഗം വലത്തെ ഭാഗം ഫുള്ള് പാരലിസിസ്. അപ്പൊ ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ വെള്ളം വേണമെന്ന് ആംഗ്യം കാണിക്കില്ല, അല്ലാണ്ട് മിണ്ടാനൊന്നും. പിന്നെ ഈ വയ്യാത്ത കുട്ടികളെ പോലെ വായന ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. ജീവിതത്തിൽ ഇതുപോലെ കരഞ്ഞ അവസരം എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം. കാരണം ഞാൻ ഭാര്യയോട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചു. അന്നും ഭാര്യയ്ക്കായിരുന്നു ഇതിൽ ഈ പ്രകൃതി ചികിത്സയിൽ ഇതുപോലും വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ ഒരു ഭാഗം തളർന്ന ഓർമ്മ അത് ഞാൻ ഉൾക്കൊണ്ടിട്ടില്ല. എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ഒരു വാശിയാണ്, എനിക്കൊരു വാശിയാണ്. പക്ഷെ പിള്ളേർക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമവും പിന്നെ ഒരു വയറുവേദന, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതില് ഞാന് നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന. അച്ഛൻ ബാത്റൂമിൽ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചാണ് കരഞ്ഞു. എന്താ ചെയ്യാ ചോദിച്ചു. രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അച്ഛനൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് നമ്മുടെ സുമേഷ് എന്ന് പറയാൻ അന്തിക്കാട് KSEBിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങോട്ടൊക്കെ ഈ ജേക്കബ് സാറിന്റെ ജനാരോഗ്യ പ്രസ്ഥാനം അപ്പൊ നമ്മള് അവരുടെ നമ്പർ ചോദിച്ചിട്ട് അങ്ങോരെ വിളിച്ചിട്ട് ഞാൻ ജേക്കബ് സാറിന്റെ നമ്പർ ചോദിച്ചു. അപ്പൊ സാറിനെ വിളിച്ചപ്പോ സാറ് പറഞ്ഞു നിങ്ങൾ വീണതല്ലേ, അപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്ത് കിടന്നാൽ മതി. അപ്പൊ സാറിനോട് പറഞ്ഞു ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞു. അത് സാറിന് അറിയില്ലായിരുന്നില്ല. അപ്പൊ സാറ് കൊണ്ടുവരാൻ പറഞ്ഞു ഞങ്ങള്. പിന്നെ നമ്മള് നമ്മള് ചമ്പക്കര, എറണാകുളത്ത് ചമ്പക്കരയിലൊരു ഹോസ്പിറ്റലാണ് സാറുണ്ടായിരുന്നു. അവിടേക്കാണ് നമ്മള് അന്ന് കൊണ്ടുപോയത്. പക്ഷെ നമ്മളവിടെ ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ഐസിയുന്ന് ഡിസ്ചാർജ് ചെയ്ത കുട്ടിയാണ്, നമുക്ക് താഴത്തെ റൂം വേണം, എല്ലാ സൗകര്യം വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഫസ്റ്റ് രണ്ടാമത് കുറച്ച് അവര് വിളിക്കണം, ഞങ്ങള് പറഞ്ഞിട്ട് പോന്നാ മതി, ഇപ്പൊ പോരണ്ടാന്ന് പറഞ്ഞു. അവർക്ക് ചെറിയ കുട്ടിയാണ്, 10 വയസ്സാണ് ഇപ്പൊ മോൾക്ക് വീഴുമ്പോഴോ. അതുകൊണ്ട് അവർക്കൊരു പേടി എന്താ സംഭവിക്കാന്ന് വെച്ചിട്ട്. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഞങ്ങള് പോന്നു പകുതി എത്തിന്ന് പറഞ്ഞു. ഞങ്ങൾ പോന്നിട്ട് പോലും പകുതി എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാം ഇതാക്കാണ്. നമുക്ക് ഈ ചിത്രരഞ്ജൻ സാറിന് അത്ര ഉറപ്പുണ്ട്, അതിന്റെ പേരിലാണ് അത് കെടുത്തി ചികിത്സിക്കാനൊരു ആശ്രയം വേണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയതാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കുട്ടി അവിടെ കൊണ്ട് മാറുന്നുള്ളത്. പക്ഷെ നമ്മുടെ വീട്ടുകാർക്ക്, എന്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ല, അച്ഛനും അമ്മയ്ക്കും. പിന്നെ എന്റെ അനിയന്റെ കൂട്ടുകാരൻ സുരേഷും ഭയങ്കര സപ്പോർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാനും നമ്മളെ അവളെ കൊണ്ടുവരാനും എല്ലായിട്ടും അവനെ പോലെ അന്ന് സഹായിച്ചത് ഒരിക്കലും എനിക്കൊരു മറക്കാൻ പറ്റില്ല. അത്രയും സഹായം നല്ല ഇതിൽ നമ്മളെ കൊണ്ടുപോകാനും. പിന്നെ ലക്ഷ്മി എനിക്ക് കൈ പിടിച്ചിട്ട് നടത്താൻ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഓരോന്ന് പറയലും. അങ്ങനെയായിട്ട് നല്ല ഇതില് സുരേഷും എൻ്റെ ആങ്ങള അനൂപ് അവർ രണ്ടാളായിരുന്നു. അവർ കൂട്ടുകാരന്മാരാണ് അവരായിരുന്നു. എന്നിട്ട് നമ്മള് അവർക്കപ്പോൾ പേടി ഹോസ്പിറ്റലിൽ എന്താ ഉണ്ടാവുക, കുഞ്ഞെ കുട്ടിയല്ലേ വെച്ചിട്ട് ഐസിയുന്ന് കൊണ്ടുവരുന്നത്. അവിടെ എന്ന് വെച്ചാൽ പ്രമേഹം, പ്രഷർ, പിന്നെ ക്യാൻസർ, അങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ സാറിന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ട് പോകുന്നത്. കുറെ എല്ലാവർക്കും മടക്കണ കേസുകള് അങ്ങനെയൊക്കെ ഉണ്ടാവുക. നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് മേടിച്ചിട്ട് നേരെ അങ്ങോട്ട് ചെല്ലാന്നാണ് പെട്ടെന്ന് ആൾക്കാർക്ക്. പിന്നെ ഒരു കാര്യം, അലോപ്പതിയിൽ കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, നാച്ചുറോപ്പതിയിൽ കിടന്ന് മരിച്ചാൽ പിന്നെ ഭയങ്കര വിഷയമാവുക. അതൊക്കെയാണ് അവർക്ക്. ഒരു ചെറിയ കുട്ടിയാണ്, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവര് നമ്മളെ മടക്കി കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് വാങ്ങി പോയതാണ്.
ഞങ്ങളുടെ ധൈര്യം പോലും ഹോസ്പിറ്റൽ ജീവനക്കാർക്കും ഡോക്ടർക്കും ഉണ്ടായി. പക്ഷെ ആ ജയന്തി ഡോക്ടർ എന്ന് പറയാൻ അങ്ങോട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അതിന്റെ കൂടെ ഡോക്ടറാണ്. അത് ചെറിയൊരു പെൺകുട്ടിയാണ്. അതിന് പേടിയോണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടല്ല. രാജേഷ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഡോക്ടറാണ്. അത് അധിക കാലമായിട്ടില്ല, ചികിത്സയായിട്ട് നല്ല ഡോക്ടർ, നല്ല സ്നേഹിക്കുന്നു. പക്ഷെ ചെന്ന സമയത്ത് അങ്ങോട്ട് ജയന്തി മേഡത്തിന് പറഞ്ഞിരുന്നു, ചേച്ചി ഇങ്ങനെ വിട്ടാക്കി, ചെറിയ കുട്ടിയല്ലേ, പേടിയാവണു വിട്ടാക്കിന്ന് പറഞ്ഞു. പക്ഷെ അവര് എന്താ വിചാരിച്ചു, 2-3 ദിവസം നോക്കിയിട്ട് നമ്മളെ പിന്നീടാണ് അവര് പറഞ്ഞത്. ഇതൊക്കെ മാറിയപ്പോഴാണ് അവര് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഉറപ്പ് തന്നിട്ടേ മാറുന്നുള്ള ഉറപ്പ് ചിത്രഞ്ജ സാറ് തന്നെ. പക്ഷെ നിർഭാഗ്യവശാൽ ചിത്രൻ സാറ് ഇല്ലാട്ടോ, ആള് മരിച്ചുപോയി, ആളെ ഭാര്യ മരിച്ചുപോയി. നല്ല ആൾക്കാരെ അതിനെ ദൈവം കൊണ്ടുപോകും. പക്ഷെ നമുക്കൊക്കെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അങ്ങോരെ ഭാര്യ അച്ഛനമ്മരും. നല്ലൊരു എന്ത് വന്നാലും എപ്പോൾ വന്നാലും ചോദിക്കാനും നല്ലൊരു ഇതായിരുന്നു. ഞങ്ങള് പിറ്റേ ദിവസം അന്ന് തന്നെ കൊണ്ടുപോയിട്ട് അവര് കുട്ടീനെ താഴത്തെ റൂം തന്നു. പിന്നെ പിറ്റേ ദിവസം കുട്ടിക്ക് അന്ന് തന്നെ രാത്രി തന്നെ അവര് ഒരു ചെറിയ പഴം കൊടുത്തു, അത് കുറച്ച് കഴിച്ചു. പിന്നെ പിറ്റേ ദിവസം മുതൽ അവർ ചികിത്സ തുടങ്ങി. ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് വിവിധതരം പഴങ്ങളെ ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ്, പിന്നെ കുമ്പളങ്ങ ജ്യൂസ്, പിന്നെ അങ്ങനെയുള്ള കുറേ തണ്ണിമത്തൻ മാത്രങ്ങളാണ്. ആ ജ്യൂസുകൾ ഓരോ മണിക്കൂർ ഇടവിട്ട് തന്നു. ഒരാഴ്ച നമ്മൾക്ക് ലക്ഷ്മി ഒരു ദിവസം ലക്ഷ്മി ഉണർന്ന് പിന്നെ അമ്മാന്ന് വിളിച്ചിട്ടാണ്. ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കണം. കാരണം ഒരു കുട്ടി ആദ്യമായിട്ട് അമ്മാന്ന് വിളിക്കുന്ന പ്രതീതി ഞങ്ങൾക്കുണ്ട്. കാരണം 2-3 ദിവസം കഴിഞ്ഞപ്പോ അതൊരു അസുഖം മാറുന്നതിന്റെ ഒരു തുടക്കം. രാവിലെ എനിച്ചിട്ട് ഒരു കുടച്ചില് തല ഒന്ന് കുടഞ്ഞ് കുറച്ച് വെള്ളം വന്നു. അത് അവർക്ക് പിന്നെയാണ് അമ്മാന്ന് വിളിച്ചു തുടങ്ങിയത്. പിന്നെ പക്ഷെ അന്ന് ഓർമ്മയുണ്ടായിരുന്നില്ല. അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവള് ഇങ്ങനെ ഓർമ്മ. അത് പിന്നെ പിന്നെ പേരെന്നെ അറിയണ്ടായിരുന്നില്ല. എല്ലാം പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു മാറ്റം വന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ നമ്മുടെ ഒരു ഒല്ലൂരൊരു ഫേജോന്റെ അമ്മ ആലീസ് ചേച്ചി അവരുണ്ടായിരുന്നു, അവിടെ കിടക്കണ്ടായിരുന്നു ചമ്പക്കരയില്. ആ ചേച്ചി എന്നും വരുന്നിട്ട് എന്തെന്ന പേര് ആലീസ് എന്ന് പറയാൻ പിന്നെ എന്റെ അമ്മാമ്മയാണ് എന്റെ കൂടെ നിന്നത്. അച്ഛന് ജോലിക്ക് പോകണം. നമ്മള് ഒരു 2 ആഴ്ച കൊണ്ട് നമ്മള് നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2.5 മാസം അമ്മയാണ് നിന്നത്. എൻ്റെ അമ്മയും ലക്ഷ്മിയും കൂടെ നിന്നു. ഓണക്കാലായതുകൊണ്ട് പിന്നെ എനിക്ക് ജോലി സ്ഥലത്ത് വർക്ക് കൂടിയതുകൊണ്ട് അവര് വിളിച്ചപ്പോൾ ഞാൻ പോയതാണ്. പിന്നെ ഷിജി എൻ്റെ കൂടെ പോകുന്നു. കാരണം എനിക്ക് ജോലിക്ക് പോകുമ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. പിന്നെ ഈ ഒരു ഭാഗം തളർന്ന് കാലും കൈയൊന്നും തൊട്ട് കഴിഞ്ഞാൽ ഒരു അനക്കൂല. ഞാൻ ആഗസ്റ്റ് 15 പരിപാടി നടക്കണ്ടായിരുന്നു. അത് വീൽ ചെയറിൽ എത്തിയിട്ട് അവളെ ആ ഫംഗ്ഷനിലേക്ക് എത്തിച്ച് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിപ്പോ പലരും പറഞ്ഞത് ഫേക്കാണ്. ഇത് ഞങ്ങള് മുന്നേ തന്നെ ജേക്കബ് സാറിന്റെ യൂട്യൂബ് ചാനൽ ഇട്ടിരുന്നു. അന്ന് പറഞ്ഞ് തള്ളാണെന്ന് പറഞ്ഞത് പലരും. പക്ഷെ നിങ്ങൾക്ക് സത്യമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ ചികിത്സാ രീതി സത്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാം. രോഗം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല അവിടെ. ഈ ഹോസ്പിറ്റല് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല. ഒരു വീട്ടിലെ ആൾക്കാർ പോലെ, കുടുംബാംഗങ്ങൾ പോലെ. രാത്രി എല്ലാ ദിവസവും കൂട്ടായ്മ നടക്കും, കളികള്, പിന്നെ അതിന് പ്രൈസ് കൊടുക്കുക. നല്ല നമ്മളൊരു ബന്ധു വീട്ടിൽ ചെന്ന പ്രതീതിയാ അങ്ങനെ ഒരു അത് എല്ലാം. പിന്നെ ഒരു കാര്യം, ലക്ഷ്മി കിടന്ന റൂമിന്റെ 4-5 റൂം കഴിഞ്ഞിട്ടാണ് കിച്ചൺ വരുന്നത്. ആ കിച്ചണിൽ ഉച്ച ഭക്ഷണം കഴിക്കും. അപ്പൊക്കെ ആ മണങ്ങളൊക്കെ കേൾക്കുമ്പോ ഈ കുട്ടിക്ക് എന്തൊരു ബുദ്ധിമുട്ട്. അതെ, പിന്നെ കൈ മണത്തോക്കോ എന്നും ഭക്ഷണം അവിടെ നിന്നാണ് കഴിക്കുക, ബൈസ്റ്റാൻഡേഴ്സ് ആയ കാരണം. അപ്പൊ ഞാൻ എന്നും അമ്മാമ്മ വരുമ്പോ കൈ മണത്തോക്കും. എന്താ കഴിച്ചാൽ നമ്മുടെ ഒരു എന്താ പറയാ ഫീലിംഗ് ആണ് അത്. എന്താ കഴിച്ചേന്നൊക്കെ അറിയാം. നമുക്കിപ്പോ പെട്ടെന്ന് എല്ലാം കഴിച്ചിരുന്നിട്ട് പെട്ടെന്ന് കിട്ടാണ്ടാകുമ്പോ എനിക്ക് പിന്നെ പെട്ടെന്ന് തന്നെ നടക്കാനും ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ എന്റെ മാറിയ പോലെയായി. പക്ഷെ നമ്മുടെ ശരീരം ഫുള്ളായിട്ട് ഇത് ആവാൻ വേണ്ടിട്ട് 3 മാസം കിടന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മള് കൊറേ കാലം അതിന്റെ ചെയ്തു. പിന്നെ വീട്ടിൽ വന്നിട്ടൊരു കാര്യം ഉണ്ടായി.
ഒരു 2 ആഴ്ച 3 ആഴ്ചയില്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ള. നമ്മൾ ജ്യൂസും ഫ്രൂട്ട്സും മാത്രമാണ് കൊടുക്കണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയില്ല ഇത് ഓടിക്കളിച്ച നമ്മളിത് അത് അന്ന് ഓടിക്കളിച്ച് വീണ്ടും നമ്മൾക്കൊരു സുഖമില്ലായ്മ ഉണ്ട്. തന്നെ ഞങ്ങള് തിരിച്ച് ഇവിടെ ആശുപത്രി പോയി ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് കിടന്നു. അതിന് ശേഷം മനസ്സിലായത് അന്ന് ഫ്രൂട്ട്സും അത് ശരിക്കും മെഡിസിൻ പോലെ പോണത്. പിന്നെ നമുക്കൊരു കുഴപ്പമില്ല കേട്ടാ. ഇപ്പോഴും അവിടുന്ന് വന്നു 3 മാസം എന്നാ വന്നത് നമ്മള് അന്ന് നവംബർ 5-ാം തീയതി വന്നത്. 7-ാം തീയതി ജേക്കബ് സാറിന്റെ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂര്. എന്നിട്ടാണ് എനിക്ക് രണ്ടാമത് വന്നത്. പിന്നെ രണ്ടാമത് വന്നത് 2 ആഴ്ച ചോദിക്കാം എനിക്ക് എന്നാ ചോറുണ്ണാൻ പറ്റുക എന്ന് വെച്ചാൽ സാറിന്റെ പിന്നാലെ നടക്കുവാന്നുണ്ടെങ്കിൽ കൂട്ടാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. അന്ന് ആക്സിഡന്റ് സംഭവിക്കാനായിട്ട് പിന്നെ അവളൊരു ഭക്ഷണ രീതി ചോറ് മീൻ കൂട്ടാൻ പിന്നെ ചോറ് മോരുകറി പിന്നെ ചിക്കൻ എന്നൊക്കെ പറഞ്ഞു. ചിക്കനൊക്കെ ഇഷ്ടം, പക്ഷെ മീൻ കൂട്ടാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് ഞാൻ കഴിച്ചോളൂ. അപ്പോൾ ഞാൻ പോയി അന്നവിടെ ഒരു വനിത കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതൊക്കെ വന്നില്ലേ, അത് കഴിഞ്ഞ് 2 ദിവസം അവിടെ ഒരു വനിത കിടക്കണ്ടായിരുന്നു. അവിടെ ഈ ബിരിയാണിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മോട് ചോദിച്ചു, അമ്മ എനിക്ക് എന്നാ ബിരിയാണി തിന്നാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ മാറട്ടെ എന്നിട്ട് ബിരിയാണി തരാൻ പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് കുറേ ക്ലാസ്സുകളും നമുക്ക് എന്നും അവിടെ ഒരു നമ്മുടെ ഉച്ചത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ് കഴിഞ്ഞ് ആ ക്ലാസ് നമ്മളെന്നും കേൾക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അന്ന് ചെറുതാണെങ്കിലും കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അന്ന് മുതലാണ് ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആയത്. മുട്ട ഒന്നും കഴിക്കില്ല. അന്ന് മുതൽ കുറേ കാര്യങ്ങൾ, അതുപോലെ ചോക്ലേറ്റ്, ഐസ്ക്രീം ഒന്നും കഴിക്കില്ല. വേണ്ടാത്ത സാധനങ്ങളൊന്നും അതൊന്നും ഇപ്പൊ കഴിക്കാറില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ ഇറച്ചി മീനൊക്കെ. പക്ഷേ ലക്ഷ്മി ഒരു കാരണവശാലും ഞങ്ങളോട് സഹകരിക്കുന്നു. അവളിപ്പോൾ വീട്ടിൽ ഇറച്ചി മീൻ വെച്ചാലും അവൾ പറഞ്ഞ ചേട്ടാ മേടിച്ചോ വെച്ചോ, അമ്മ മേടിച്ചോ വെച്ചോ, ചേട്ടന് കഴിക്കണ അമ്മ മേടിക്കുക. അച്ഛൻ ആ വർഷം കുട്ടീനെ ഞങ്ങൾ സ്കൂളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ഹോളി ഫാമിലിയിലെ പഠിക്കുന്നത്. അപ്പൊ ഞാൻ കറക്റ്റ് 2 മാസം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു പേടിയായിരുന്നു. അതാണ് മെയിൻ ഭക്ഷണം. അവൾക്ക് പിന്നെ എനിക്ക് ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റത്തുണ്ട്. പിന്നെ രണ്ടാമതും ഓടി കളിച്ചപ്പോ വീണ്ടും ഇങ്ങനെ വയ്യാതായതുകൊണ്ട് ഇവർക്കൊരു പേടിയായിരുന്നു എന്താ സംഭവം ഉണ്ടാവുക. പിന്നെ അതുപോലെ ഞാൻ വീണ്ടും 5-ാം ക്ലാസ്സിലാണ് വന്ന്. അപ്പോൾ വീണ്ടും ഞാൻ പിറ്റത്തെ പോലെ 5-ാം ക്ലാസ്സിൽ പോകുമ്പോഴും ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചറെ ഡോക്ടർമാരെ കൊണ്ട് സംസാരിപ്പിച്ചു. ചിത്രഞ്ജൻ സാറിന്റെ അടുത്ത് എന്തോരം കരഞ്ഞ്. ഹോസ്പിറ്റലിൽ മാതാവിന്റെ ഫോട്ടോ ഉണ്ട്. എന്നും ഷിജി അവിടെ കൊണ്ടുപോയി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. അഡ്മിറ്റായിട്ട് നമ്മള് ആ ദിവസങ്ങളില് ലക്ഷ്മിയിലെത്തി ഗുരുവായൂരപ്പനെ വിളിച്ചു കിടന്ന് പല്ലും തേച്ചിട്ടില്ല, കുളിച്ചിട്ടുമില്ല, ഭക്ഷണം കഴിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഇതിങ്ങനെ തത്തമ്മ പോലെ ചലിച്ച് നടക്കുന്ന കുട്ടിയാണ്. അതിലൊരു കാര്യം നമ്മുടെ ചിത്രഞ്ജൻ സാറ് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ കുട്ടീനെ പ്രകൃതിയിൽ തന്നെ കീർത്തിച്ചു. കുട്ടി ഇപ്പോഴുള്ള ബുദ്ധിശക്തിയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതേപോലെ തന്നെയായിട്ടാണ് അന്ന് അവൾ ഇതെല്ലാം കഴിഞ്ഞ് SLC ഫുൾ A+ 96% മാർക്കുണ്ട്. അതുപോലെ +2 96% ഫുൾ A+. മൊത്തത്തിൽ അവൾ പഴയതിനായിട്ടും ഊർജ്ജസ്വലതയും ബുദ്ധിയും ശക്തിക്ക് കൂടിയിട്ടുണ്ട് ഇല്ലേ? അത് അവൾക്കറിയാം. അല്ല നിനക്കറിയാം. നീ കുറെ കാര്യങ്ങൾ നമുക്കറിയാം. നിന്റെ മാറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാം അറിയാം. അത്രയും വണ്ണുള്ള കുട്ടിയാട്ടാ. ഇപ്പോഴും ഞാൻ വണ്ണുണ്ട്, അത് ഞാൻ പറയാം. വണ്ണുള്ള ഫാമിലി തന്നെ നമ്മള്. ഞാന് ഇപ്പൊ എന്നെ എപ്പോഴും ജേക്കബ് സാറ് കളിയാക്കും വണ്ണത്തിന്റെ കാര്യം. ഞങ്ങള് വണ്ണുള്ള കുട്ടി. പിന്നെ സാറായിട്ട് എന്നും തല്ലൂട്ടാ. ചിലര് പറയും മാംസം കഴിച്ചാൽ സാറ് ലക്ഷ്മിക്കുട്ടീനെ വിളിക്കുക. എന്നിട്ട് വണ്ണം കുറഞ്ഞപ്പോ എല്ലാവർക്കും വിഷമായി. അന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലും തോലും പോലെയായിരുന്നു. ഒരു ഫോട്ടോ ഉണ്ട് അതില്. നമ്മളന്ന് തിരിച്ചു വരുമ്പോ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ജേക്കബ് സാറിന്റെ യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിയിട്ട്. അന്നത് എത്ര 70 ലക്ഷം ആൾക്കാർ കണ്ടു എന്ന് പറഞ്ഞു. പലരും പറഞ്ഞു തള്ളാന്ന് പറഞ്ഞു അന്ന്. കാരണം പലർക്കും ദഹിക്കില്ലല്ലോ എന്തുട്ട കഴിച്ച്. എന്താ പറയാ അലോപ്പത്തിന് അല്ല അത് നമുക്ക് തള്ളിക്കളാൻ പറ്റില്ല. നമ്മൾ ഒരു റോഡ് ആക്സിഡന്റ് വന്നു, നമ്മൾക്ക് ആ അപകടനില തരണം ചെയ്യാൻ അത് വേണം. എന്തായാലും രക്ഷപ്പെടും. ഞാനെന്ന് പറഞ്ഞ ആള് ഫ്രഷ് ആയിരുന്നു. ഒരു ട്രീറ്റ്മെന്റ് എന്റെ മേൽ ചെയ്തിട്ടില്ല.
ഇല്ല, അത് ചെയ്യാൻ നമ്മൾ അനുവദിച്ചില്ല. കാരണം അന്ന് അവര് പറഞ്ഞത് ഞങ്ങള് ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഞങ്ങൾ കുട്ടിക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണ്ട, ഞങ്ങൾ കുട്ടീനെ അതുവരെ അല്ല നമ്മളൊരു ഹോസ്പിറ്റലിനെ കുറ്റം പോലെ ഐസൂല ചെയ്ത് യൂറിൻ പാസ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? പറഞ്ഞപ്പോ അതെനിക്ക് ഓർമ്മയുണ്ട്. യൂറിൻ അതായത് ഉറക്കത്തിന്ന് എഴുന്നേറ്റ പോലേക്ക് തോന്നിയത്. നോക്കിയപ്പോ കൊറേ അപ്പാപ്പന്മാരേക്ക് ഇപ്പോഴും ഓർമ്മയില്ല. അപ്പാപ്പന്മാര് അതൊരു എന്താ പറയാ മരിച്ചെഴുന്നേറ്റ ഒരു ഫീല് പോലെയായിരുന്നു. അന്ന് എനിക്ക് മൂത്രം ഒഴിക്കണം മറ്റേ എണീറ്റപ്പോ എന്തോ ഒരു ഉറക്കത്തിന്ന് തലയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു വേദനയും. അപ്പൊ എനിക്കൊരു ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ഉറങ്ങി. പിന്നെ ഞാനങ്ങനെ സ്ട്രെച്ചറിൽ കൊണ്ടുമ്പോ മണി വലിച്ചൻ ആള് വന്നത് എനിക്ക് ഓർമ്മയില്ല. ആളിങ്ങനെ എന്തോ ഒരു അന്തം വിട്ട് നിക്കണ പോലെ അതുപോലെ നിക്കണ പോലെ കുട്ടി ഇങ്ങനെ അതെനിക്ക് ഓർമ്മയില്ല. എന്നെ സ്ട്രെച്ചറിൽ അങ്ങനെ കെടുത്തി കൊണ്ടുപോണത് അതൊക്കെ മണി വലിച്ചിട്ടാണ് ഞാൻ ആ കൂടി കണ്ടത്. അത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളൂ. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ആ ഒരു വീഴ്ച കാരണം എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചുകൾ. നമുക്കിപ്പോ ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്കൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനിപ്പോ ഒന്നും നമ്മൾ പാൽ ചായ മിഠായികളൊന്നും കഴിക്കാറില്ല. നമ്മുടെ വീട്ടിലൊന്നും ഇപ്പൊ മിക്ക വീട്ടിലും 4 മണിക്ക് ചായ കുടിക്കുക അല്ലെങ്കിൽ പലഹാരം കഴിക്കുക അതൊന്നും നമ്മുടെ വീട്ടിലില്ല. അതുപോലെ ഈ പാല് കുടിക്കല് അതൊന്നും നമ്മുടെ വീട്ടിലുണ്ടാകുന്നില്ല. പാലൊന്നും നമുക്ക് ഇഷ്ടമില്ല, പാൽ ചായ ഇഷ്ടമില്ല. അതുകൊണ്ട് ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകാനായിട്ട് നമുക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കൂടുതൽ ഞാനാണ് ഇപ്പോൾ ഒരു 80% അല്ലെ 90% ഈ ഒരു ഇതില്. ഇപ്പൊ എൻ്റെ അമ്മ അച്ഛനായാലും നോണൊക്കെ കഴിക്കാം. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. വീട്ടിൽ വെച്ചാലും എനിക്ക് കുഴപ്പമില്ല. കഴിക്കുന്നവർക്ക് ഞാൻ വിളമ്പി കൊടുക്കുകയും ചെയ്യുള്ളൂ. അല്ലാണ്ട് എനിക്കൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതുകൊണ്ട് ഇപ്പൊക്കെ ആണെങ്കിൽ എനിക്ക് അതിന് പാചകത്തിന് അത് വേണമെന്നുണ്ട്. ഇപ്പൊ എനിക്കതിൽ കൂണ അല്ലെങ്കിൽ കോളിഫ്ലവർ എന്തെങ്കിലും കിട്ടിയ സന്തോഷം. അല്ലാണ്ട് ഇത് വെക്കണോണ്ട് എനിക്ക് എതിർപ്പോ കാര്യങ്ങളൊന്നും. അത് അന്ന് ഞാൻ വീണ് കഴിഞ്ഞ ശേഷം എനിക്കൊക്കെ വിളമ്പി കൊടുക്കും. എനിക്കൊരു പക്ഷേ ഡിസ്ചാർജ് ആയി വന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊറേ നാളത്തേക്ക്. നമുക്കും വീട്ടിൽ പോയത് അന്ന് അവിടെ മീൻ വറുക്കുക അത് കാണുമ്പോ അത് മീൻ വറുക്കാന്ന് വെച്ചാ അവിടെ അനിയനുണ്ട്, അമ്മയുണ്ട്, അതൊക്കെ കണ്ടാണ്. അവര് പ്രായമായിരുന്നു. അപ്പൊ അവരെ നമ്മള് അവരവരുടെ രീതിയില്ല, അത് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ. നമ്മളവളുടെ കൂടെ അപ്പോഴും ചേർന്ന് നിന്നു, നമ്മളൊന്നും കഴിക്കാണ്ട്. അമ്മ അച്ഛനും പിന്നെ എൻ്റെ അമ്മാമ്മയാണ് ഹോസ്പിറ്റലിൽ നടന്ന ആള് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പൊ ഇല്ല. അപ്പൊ നല്ല തന്നെയായിരുന്നു അവര്. പിന്നെ വീട്ടിലായാലും അമ്മാമ്മ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ എന്ത് സ്പെഷ്യൽ വെച്ചാലും എനിക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും. പിന്നെ അന്നൊന്നും നമ്മളിപ്പോൾ ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിച്ചോണ്ടില്ല. അപ്പം അമ്മയ്ക്ക് പേടിയാ. ഞാൻ പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ മാമൻ്റെ കൂടെ അല്ലേ നിൽക്കുക. അപ്പം അമ്മയ്ക്ക് പേടിയാ കുട്ടിക്ക് ഇനി വല്ല ഉള്ളി കൊടുക്കുമോ. പക്ഷെ അമ്മാമ്മയ്ക്ക് അതറിയാം. അമ്മാമ്മയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എല്ലാ കറികളും ഉണ്ടാക്കുമ്പോഴും ഈ അമ്മാമ്മ അതിൽ ഉള്ളി വേണ്ട. ഒരു കാര്യം അവള് ലക്ഷ്മി എന്ത് കഴിക്കണ്ടല്ലോ, അമ്മ പഴം കഴിക്കട്ടെ അല്ല ഇത് കഴിക്കട്ടെ അത് ചോദിച്ചിട്ട് അവള് ഒരു സാധനം കഴിക്കുള്ളൂ. പിന്നെ ഇതിലൊരു വേറെ വിശേഷം, അവള് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുമ്പോ അവള് ഉച്ചക്ക് ഒന്നും കൊണ്ടുപോയി അതിന് ഒരു പഴം കൊണ്ടുപോയിരുന്നു. ഉച്ചയാകുമ്പോഴേക്ക് അത് ബാഗിൽ ഇരുന്നിട്ട് കിട്ടാത്ത കാരണം നാശാവണ്, ചീഞ്ഞ പോലെ ആവുക. പിന്നെ ഈ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ എൻ്റെ പിള്ളേർ മൊത്തം ഒരു നികൃഷ്ട ജീവിതം പോലെ നോക്കിയോളൂ. കാരണം എന്താന്ന് വെച്ചാ ഒന്നും കഴിക്കൂല. വല്ല കേക്ക് എന്തായാലും കിട്ടി കഴിഞ്ഞാൽ തിന്നൂല. മിഠായി കിട്ടിയാൽ ഞാൻ ചേട്ടന് കൊണ്ടുകൊടുക്കും, പിന്നെ എൻ്റെ അച്ചാച്ചനെ കൊണ്ടുകൊടുക്കും. കാരണം ഞാൻ കഴിക്കണതില്ല. അപ്പൊ അവർക്കൊക്കെ തന്നെ ഒരു ബുദ്ധിജീവിയുടെ പോലെ ആയിരുന്നു എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഐസ്ക്രീം കഴിക്കില്ല. അങ്ങനെ സ്കൂളിലായാലും ഒരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു എന്നെ നോക്കണ്ടായിരുന്നത്. ഇപ്പോഴും എവിടെയാണല്ലോ എന്ത് ഫംഗ്ഷൻ ഫംഗ്ഷനിൽ ആദ്യകാലത്ത് ഫംഗ്ഷനിൽ പോകുമ്പോ ഞാൻ വീട്ടിൽ നിന്ന് അവൾക്കും എനിക്കും ഉള്ള ഭക്ഷണം നമ്മളെ കാറിൽ വെക്കും. കാരണം എനിക്ക് ആ കുട്ടിയില്ല, കുട്ടി കഴിക്കാൻ എനിക്ക് വിഷമല്ലേ. അപ്പൊ ഞാൻ അവളോട് എൻ്റെ അച്ഛൻ മോളാണ്. അമ്മയെക്കാട്ടും അച്ഛനോട് ഒരു പൊടിക്ക് സത്യം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അച്ഛൻ എവിടെ ചെന്നാലും അപ്പൊ അച്ഛമ്മൊക്കെ ചീത്ത പറയാം, അവന് കഴിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. പക്ഷെ ചില ഫംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാണ്ടാവില്ല. അപ്പൊ അവള് കഴിക്കുന്നത് ഞാൻ കഴിക്കും, അല്ലെങ്കിൽ അവളെ നമുക്ക് ഒറ്റപ്പെടുത്താൻ പറ്റുമോ. ഇപ്പൊ ഏത് ഫംഗ്ഷനിലും ഒന്നുമില്ല. അതൊരു കാര്യം പറയട്ടെ, ഞാൻ അച്ഛമ്മോളാണ്. ഇപ്പോഴും അച്ഛനെ കെട്ടിപ്പിടിക്കലും 20 വയസ്സായി നിന്റെ കാലൊക്കെ എപ്പോഴും കെട്ടിപ്പിടിച്ച് ഉമ്മച്ചു നിൽക്കും. അതേപോലത്തെ കുട്ടിയാ.
അതെല്ലാവരും പറയും അച്ഛൻ്റെ കുട്ടിയാന്ന് പറയും. അച്ഛനെ കെട്ടിപ്പിടിച്ച് ഇരിക്കും. അങ്ങനെയാണ് നമ്മുടെ നമ്മൾ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എത്തി. പിന്നെ നമ്മള് കോസ്മെറ്റിക് സാധനങ്ങള് ഒന്നും ഉപയോഗിക്കില്ല. അത് നമ്മൾ ആൾട്ടർ മീഡിയ പറഞ്ഞിട്ടൊരു അതൊരു പ്രകൃതി ഉൽപ്പന്നങ്ങൾ വിൽക്കണ കടയാണ്. അതറിയാം, മിക്കവർക്കും തൃശ്ശൂരുള്ളവർക്കൊക്കെ അറിയാം. അവിടെ നിന്നാണ് ഇത് മേടിച്ചിട്ട് തന്നെ കാലം കുറെ ഇപ്പോഴാണ് ഇട്ട് തുടങ്ങിയത്. ഞാൻ ആ കൺമഷി മാത്രം, അല്ലാണ്ട് ക്രീമാ പൗഡറാ ഒരു സംഭവവും ഇല്ല. പോളിഷോ ഒന്നും ഞാൻ യൂസ് ചെയ്യാം. പിന്നെ പല്ല് തേക്കാൻ നമുക്ക് പൽപ്പൊടി നമ്മളുണ്ടാക്കും. അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കും ചിലപ്പോൾ സോപ്പ്. ഇവർ രണ്ടാളും കടലമാവാണ്. നമുക്ക് പൂർണ്ണമായിട്ടും ഒരു 100% ഒന്നും പ്രകൃതിജീവനം കൊണ്ടുനടക്കാൻ പറ്റില്ല. ലക്ഷ്മി പൂർണ്ണമായിട്ടും പ്രകൃതിജീവനത്തിന്റെ പാതയിലാണ്. ഇനി ലക്ഷ്മിയുടെ ഭാവി പരിപാടി പറഞ്ഞാ ഭാവി പരിപാടി അവളൊരു പ്രകൃതി ഡോക്ടറാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സഹായം കൂടി ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. കാരണം ഇപ്പോൾ അവള് +2 കഴിഞ്ഞ് അതിന് വേണ്ടി തയ്യാറെടുപ്പാണ്. അപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചു പക്ഷേ സഹായിച്ചില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ജേക്കബ് സാറിൻ്റെ അഭിപ്രായം അനുസരിച്ച് BMIS എടുത്തിട്ട് ഡോക്ടറാവുന്ന അതിന് വേണ്ടി ഫസ്റ്റ് അവള് +2 പാസ്സായപ്പോൾ ഒരു ചാൻസ് എഴുതി. അതിൽ നീറ്റ് എഴുതി പാസ്സായില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഫുള്ളായിട്ട് ഓൺലൈനിലാണ് പഠിക്കുന്നത്. അങ്ങനെ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ ഓൺലൈൻ. കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ഉണ്ടായ നീറ്റ് ആകെ പ്രോബ്ലം അല്ല, ഒക്കെ തട്ടിപ്പും വെട്ടിപ്പല്ലേ. എന്തായാലും ഞങ്ങളുടെ തീരുമാനം അവളൊരു പ്രകൃതി ഡോക്ടറാക്കാൻ. അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തൽക്കാലം പെടുത്തി. അതൊക്കെ സാമ്പത്തികമായിട്ട് സമ്പത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ ഭൂമി വിൽക്കാണ്ട് അത് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടീനെ പ്രകൃതി പഠിക്കാനുള്ള കോളേജിൽ കൊണ്ടാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്കും അവളെ മനസ്സിലും ഞങ്ങൾ പറഞ്ഞ് പ്രകൃതി ഡോക്ടർ ആവണമെന്നുള്ളൂ. അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ നമ്മള് പല കാര്യത്തിലും അല്ല, പനി വന്നാലും നമ്മളൊന്നും ചെയ്യാറില്ല. നമുക്ക് അലോപ്പതി വേണം. ഏത് ചികിത്സാ രീതിയിൽ നമുക്ക് തള്ളിക്കളാൻ പറ്റുമോ? എല്ലാ ചികിത്സയിലും നല്ല വശങ്ങളുണ്ട്. അത് നമുക്ക് നല്ല വശങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. പിന്നെ പനി വന്നാലും ഒന്നും കഴിക്കില്ല. പഴയ രീതിയിൽ ചികിത്സയാണ്. പലർക്കും പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിൽ ആദ്യം അവരുടെ വിചാരം എല്ലും തോലാവില്ലത്. ചമ്പക്കരയില് ജയന്ത് ഡോക്ടർ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ആള് അവര് ജേക്കബ് സാറിന് ഒരു ഡൗട്ട് ആയിട്ട് അവിടെ ഒരു ന്യൂറോളജിനെ പോയി കാണാൻ പറഞ്ഞു. ചെറിയ കുട്ടിയിലായിരുന്നു പറ്റി. അപ്പോഴും ജേക്കബ് സാറിൻ്റെ വാക്കിയിട്ട് ന്യൂറോളജിനെ പോയി കണ്ടു. അപ്പോൾ അതിൽ കുഴപ്പമില്ല. പിന്നെ ജേക്കബ് സാറ് പറഞ്ഞു ഈ അച്ഛനെയും അമ്മയാണ് എന്നെ ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കാനും ഈ കുട്ടിയെ ചികിത്സിക്കാനുള്ള ഒരു ധൈര്യം തന്നു നടത്തി. കാരണം ഈ അച്ഛനമ്മേരെ ധൈര്യം ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. അത്രയും ബോൾഡാണ്. അതിലും ബോൾഡ് എന്ന് പറഞ്ഞാൽ ഷിജിയാണ് ബോൾഡായിരുന്നത്. ഞാൻ അന്നും വിഷമിച്ച് ജീവനായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഡൈ ചെയ്യുന്ന പരിപാടിയില്ല. അപ്പൊ പലരും ചോദിക്കും എത്ര വയസ്സായി? 60 വയസ്സായി. അച്ചാച്ചനാണോ കിളവനാണോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അങ്കിളിനൊരു സീറ്റ് കൊടുക്കും മോനെന്ന് പറയും. അങ്ങനെയാ ഇപ്പോഴത്തെ കാലത്ത് 70-80 വയസ്സായാലും ഡൈ ചെയ്തിട്ട് കുട്ടപ്പനായി നടക്കുന്ന ആൾക്കാരാണ്. നമ്മളാ ഗണത്തിൽ പിടത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്രായം കഴിഞ്ഞ ശരീരം നമുക്കത് സൂചനകൾ തരുന്നതാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. അതും അലോപ്പതി ചികിത്സാ വിഭാഗത്തെ വിട്ടുകൊണ്ട് പ്രകൃതി ജീവനത്തിലേക്ക് പോയൊരു ഇപ്പൊ കുറെ പേര് ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഇത് വായിക്കുന്നവർക്കും എല്ലാവർക്കും ഈ പ്രകൃതി ജീവനം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രകൃതി ജീവനാലയങ്ങളുണ്ട് തൃശ്ശൂരായിട്ടും. പലർക്കും അധികം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല പറഞ്ഞിട്ട് പറയാനാച്ചെങ്കിൽ ഒരു ദിവസം പോരാ. അത്രയും കാര്യങ്ങൾ ഞങ്ങൾ അനുഭവിച്ചാണ് ഇത് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അതുപോലെ ഞാൻ പ്രകൃതി ജീവനത്തോടെ കണ്ടമാനം ഫ്രണ്ട്ഷിപ്പിന് കിട്ടി. അതിൽ മെയിനായിട്ടാണ് കോടന്നൂർ ഹോസ്പിറ്റലിൻ്റെ ഉടമസ്ഥരായ സിബിയും തോമസും. പിന്നെ അതുപോലെ സാഹിത്യകാരന്മാർ VS വിജയൻ സാറ്, അങ്ങനെ കുറെ ആൾക്കാരായിട്ട് ബന്ധം. കാരണം ഈ പ്രകൃതി ജീവനം പ്രകൃതിയായിട്ട് നമ്മൾ അടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതിയാണ്. കാരണം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ കഴിച്ചിട്ടും അവരധികം പരിക്കേൽപ്പിക്കാൻ എല്ലാവരായിട്ടും പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം ജോസ് തത്തത്തിൽ അച്ഛനുണ്ട്,
പിന്നെ നമ്മുടെ ഉണ്ണിസാറിന്റെ ACP ന്റെ അങ്ങനെ കുറെ നല്ല നല്ല ആൾക്കാരെ നമ്മള് ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അതും വലിയ വലിയ ആൾക്കാരായിട്ട്. അപ്പം ഞാൻ അധികം ഞങ്ങൾ പറയുന്നില്ല. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.